ഇതാണ് കുഞ്ഞുവാവ. പറയൂ, പറഞ്ഞു. ഇങ്ങോട്ട് പറഞ്ഞു. എൻ്റെ പേര് ആൻ്റണി. എളമക്കരയിൽ നിന്ന് വരുന്ന എറണാകുളത്താണ് സ്ഥലം. എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞങ്ങളുടെ മൂന്നാമത്തെ കുട്ടിയാണിത്. രണ്ടുപേരും പെൺകുട്ടികളാണ്. ഇത് ആൺകുട്ടി. ഇവന് 2.5 മാസമായപ്പോൾ അവൻ്റെ ദേഹം മുഴുകെ ചൊറിഞ്ഞ് പൊട്ടി തൊലി പൊളിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. നിങ്ങളെല്ലാവരും ചിലപ്പോൾ ഈ TV ന്യൂസിലെ കണ്ടിട്ടുണ്ടാകും 2 കുട്ടികളുടെ അവസ്ഥ. തൊലി പൊളിഞ്ഞു പോയി കുട്ടി ചികിത്സിച്ചില്ലെങ്കിൽ, ശരിയായ രീതിയിൽ മരുന്ന് കൊടുത്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥ. ആ അവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ കുട്ടി. അത് ഞങ്ങൾ ഹോമിയോ മരുന്ന് കൊടുത്തു, ആയുർവേദ മരുന്ന് കൊടുത്തു, കുറഞ്ഞില്ല. 3.5 മാസമായപ്പോൾ അവന് വയറിളക്കവും തുടങ്ങി. വയറിളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം ഒരു 10-12 പ്രാവശ്യമെങ്കിലും പോകും, വെള്ളം പോലെ. അങ്ങനെ ഞങ്ങൾ വൈദ്യരോട് ചോദിച്ചപ്പോൾ വൈദ്യർ പറഞ്ഞത് അതിനുള്ള ഈ സ്കിന്നിൻ്റെ കംപ്ലൈൻറ്റിനുള്ള മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് അവന് ചിലപ്പോൾ വയറിളക്കം വരാം, അത് പൊക്കോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസമായപ്പോൾ അവൻ്റെ കാലുകളൊന്നും അനക്കാൻ പറ്റാതെയായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലിസി ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ബ്ലഡൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇതിവിടെ ചികിത്സിക്കാൻ കഴിയില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകുക. ഡോക്ടർ 3 ഓപ്ഷൻ പറഞ്ഞു. ഒന്ന് PVS, ഒന്ന് ആസ്റ്റർ, ഒന്ന് അമൃത. ഞങ്ങൾ അന്ന് വീട്ടിൽ പോയിരുന്ന് ആലോചിച്ചു. ഞങ്ങൾക്ക് ഏറ്റവും അടുത്തും പോയി വരാനും ഒക്കെ എല്ലാം സൗകര്യം PVS ആയിരുന്നു. ഞങ്ങൾ PVSയിൽ ചെന്നു. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു. പീഡിയാട്രിക് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞിരുന്നു. ആ ഡോക്ടറെ കണ്ടു. പീഡിയാട്രിഷ്യനെ കണ്ടു. 2 ഡോക്ടറും പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണം, ഞങ്ങൾ മരുന്ന് തരാം, നിങ്ങൾ പ്രാർത്ഥിക്കണം, വിസിറ്റേഴ്സിനെ ഒന്നും അനുവദിക്കരുത്, ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇനി പിടിച്ചാൽ കിട്ടില്ല, കാട്ടുതീ പോലെ പടരും. അതാണ് അവൻ്റെ അവസ്ഥ. അതായത് ആൽബുമിൻ കുറഞ്ഞു. അതായത് 3.5 ആണ് നോർമൽ ആൽബുമിൻ ലെവൽ, അത് 1 ആയി. പ്രോട്ടീൻ 6.3 ആണ്, 6 ആണ് നോർമൽ ലെവൽ, അത് 2 ആയിരുന്നു. അവൻ്റെ ബർത്ത് വെയ്റ്റ് 3 ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ശരീരത്തിൽ മുഴുവൻ നീരായിരുന്നു. ആ അവസ്ഥയിലും അവൻ്റെ വെയ്റ്റ് ഉണ്ടായിരുന്നത് 4.5 കിലോ മാത്രമാണ്. ഡോക്ടർ പറഞ്ഞത് ഈ നീര് പോയി കഴിഞ്ഞാൽ അവൻ്റെ വെയ്റ്റ് 3.5 കിലോ മാത്രം. ഞങ്ങൾ ICUയിൽ അഡ്മിറ്റ് ചെയ്തു. അവനെ 8 ദിവസം ICUയിൽ കിടന്നു. 3 ആൽബുമിൻ ഇഞ്ചക്ഷൻ എടുത്തു. എന്നിട്ടും അവൻ്റെ ആൽബുമിൻ 2 എന്ന നിലയിൽ നിന്ന് വർദ്ധിക്കുന്നില്ല. എങ്കിലും 10 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. പിന്നീട് വന്ന് ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. 2 ആഴ്ച കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്തു. എന്നിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞത് കൗ മിൽക്കിൻ്റെ അലർജിയാണ്, അത് കാരണം അമ്മയുടെ മുലപ്പാൽ പോലും കൊടുക്കാൻ പാടില്ല. ഒരു പൗഡർ, അത് സാധാരണ ഇവിടെയുള്ള മെഡിക്കൽ ഷോപ്പുകളിലൊന്നും കിട്ടില്ല. ഇവിടെ കിട്ടുന്നത് ആകെ ഹോസ്പിറ്റലുള്ളത് അമൃത ആശുപത്രി, അവിടെ മാത്രം കിട്ടും. ഇല്ലെങ്കിൽ 2 ഏജൻസി ഉണ്ട് എറണാകുളത്ത്, അവിടെ മാത്രമേ കിട്ടൂ. അവിടെ നിങ്ങൾ വരുത്തി വാങ്ങി അതിന് വലിയ വില കൊടുക്കണം. അത് ആഴ്ചയിൽ 2 എണ്ണമെങ്കിലും വേണം. ഇപ്പോഴും അത് നൽകുന്നുണ്ട്. ഇപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവന് മുലപ്പാൽ കൊടുക്കാം, മറ്റുള്ള ഭക്ഷണങ്ങളെ കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ഞങ്ങളിവിടെ ഞാൻ കുറയാതിരുന്നിട്ട് ഞാൻ ഒരു മെയ് മാസം 20-ാം തീയതി ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു. അപ്പോൾ 3-ാമത്തെ ഞായറാഴ്ചയായിരുന്നു അത്. ഇവിടെ ഉടമ്പടി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഉടമ്പടിയുടെ നിബന്ധനകളെക്കുറിച്ച് ഇവിടെ അന്വേഷിച്ചപ്പോൾ അന്ന് ഇവിടെ എല്ലാവരും അച്ചായൻ എന്ന് വിളിക്കുന്ന ഒരു ചേട്ടനാണ് അവിടെ ഇരുന്നിരുന്നത്. പുള്ളി പറഞ്ഞ് ഉടമ്പടി നിബന്ധനകൾ ചോദിച്ചപ്പോൾ അച്ഛൻ ആരാധനയുടെ അവസാനം അച്ഛൻ അറിയിപ്പുകൾ പറയും. അപ്പോൾ അറിയാം. ഞാൻ ആരാധന കഴിയുന്നവരെ നിന്നു. അച്ഛൻ ഉടമ്പടിയുടെ നിബന്ധനകൾ പറഞ്ഞു, ഉടമ്പടി പാലിക്കേണ്ട ക്രമങ്ങൾ പറഞ്ഞു. അത് കേട്ട് ഞാൻ വീട്ടിൽ പോയി. ഞാൻ വീട്ടിൽ ആലോചിച്ചു,
എനിക്കെന്തായാലും ഉടമ്പടി എടുക്കാൻ കഴിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പാലിക്കേണ്ട ക്രമങ്ങൾ അത് ഉടമ്പടി എടുത്താൽ പാലിക്കണം, അല്ലാതെ നിവൃത്തിയില്ല. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഫോട്ടോ സ്റ്റാറ്റ് പറയാം. രാത്രി ഒരു 9 മണിയൊക്കെ ആവും കടയടയ്ക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാർത്ഥന ശേഷം ചെല്ലുകൊണ്ടുന്ന ഇതൊന്നും ചെല്ലാൻ കഴിയില്ല. ബൈബിള് കടയിൽ പോയിരുന്ന് വായിക്കാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ ഭാര്യയോട് ആലോചിച്ചു. ഭാര്യ 26-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾ അതിനുശേഷം ഇവിടെ ആദ്യത്തെ ജൂൺ 3-ാം തീയതി ആദ്യത്തെ ഞായറാഴ്ച ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തു. എൻ്റെ തൊട്ട് അടുത്ത ദിവസം 4-ാം തീയതി ബ്ലഡ് ചെക്ക് ചെയ്തു. അന്ന് അച്ഛനെ കണ്ടു. ഉടമ്പടി ധ്യാനത്തിൻ്റെ അവസാനം അച്ഛനെ കണ്ടു, ചീട്ടെടുത്ത് അച്ഛനെ കണ്ടു. അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ബ്ലഡ് ചെക്ക് ചെയ്യേണ്ട ദിവസമായിരുന്നു. ബ്ലഡ് ചെക്ക് ചെയ്തു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം 5-ാം തീയതി ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ ആൽബുമിൻ ലെവൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് 3 റേഞ്ചിലേക്കെത്തി. അപ്പോൾ ഡോക്ടർ പിന്നെയും കുഴപ്പം. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല. അതായത് എന്ന് വെച്ചാൽ WBC കൗണ്ട്, അതായത് മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അറിയാം. WBC കൗണ്ട് 36,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്കേമിയയുടെ സ്റ്റേജാണ്. ഡോക്ടർ പറഞ്ഞു ലുക്കേമിയ ആണോ എന്ന് സംശയമുണ്ട്. ലുക്കേമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ. എൻ്റെ ഭാര്യയ്ക്ക് അറിയില്ല ലുക്കേമിയ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുപോലും പറഞ്ഞിട്ടില്ല. ഭാര്യയ്ക്കറിയില്ല. ഭാര്യ ഇപ്പോഴായിരിക്കും അതറിയുന്നത്. അത് കുറഞ്ഞാൽ മാത്രമേ ശരിയാവുകയുള്ളൂ. ഞാൻ ചോദിച്ചു ഡോക്ടർ, അത് ഈ അവൻ്റെ സ്കിന്നെല്ലാം തൊലി ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് അങ്ങനെ കൂടിക്കൂടെ? അവൻ്റെ പ്ലേറ്റ്ലെറ്റ് കുറയുന്നില്ലല്ലോ. ഈ WBC കൗണ്ട് കൂടുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയണ്ടേ? ഞാൻ ഇതൊക്കെ നെറ്റിൽ പരിശോധിച്ചിട്ട് അറിഞ്ഞതാണ്. എനിക്കല്ലാതെ വേറെ വിദ്യാഭ്യാസം അധികമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു സംഭവം. ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പോസിബിലിറ്റിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഞങ്ങളൊന്ന് പുറത്ത് വേറെ ഒരു സ്കിൻ സ്പെഷ്യലിനെ കാണിച്ചോട്ടെ? അങ്ങനെ PVCയിൽ നിന്ന് ഒരിക്കലും അനുവദിക്കാറില്ല. ഡോക്ടർ സമ്മതിച്ചു. ഞങ്ങളൊരു സ്കിൻ സ്പെഷ്യലിനെ കാണിച്ചു. 9-ാം തീയതി ഞങ്ങൾ പോയി സ്പെഷ്യലിനെ കണ്ട് ഡോക്ടർ ഒരു വേറെ മരുന്ന് തന്നില്ല. ഒരു തുള്ളി മരുന്ന് അവൻ്റെ വെള്ളത്തിൽ കലക്കിയിട്ട് അവൻ്റെ മേത്ത് തൂത്ത് കൊടുക്കുക. ഡോക്ടർ പറഞ്ഞു അവൻ്റെ ചൊറിച്ചിലെങ്കിലും ഒന്ന് കുറയണ്ടേ, അതിനു വേണ്ടി മാത്രം ആ മരുന്ന് മാത്രമേ തന്നുള്ളൂ. പക്ഷെ അത് വരട്ടി 2-ാമത്തെ ദിവസം അവൻ്റെ ചൊറിച്ചിൽ മുഴുവൻ മാറി, സ്കിന്ന് ഇങ്ങനെയായി. കാണിച്ച ഡോക്ടർമാരെല്ലാവരും പറഞ്ഞത് 2 വർഷമെങ്കിലും എടുക്കും ഇവൻ്റെ ചൊറിച്ചിലെങ്കിലും മാറി കിട്ടാൻ. സ്കിന്ന് ക്ലിയർ ആവാനല്ല, ചൊറിച്ചിൽ മാറി അവനൊന്നൊരു ആശ്വസിക്കാൻ. അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 30-ാം തീയതി ഞങ്ങൾ ഇവിടെ ജൂൺ 1-ാം തീയതി ആദ്യത്തെ ഞായറാഴ്ച, അല്ല ജൂലൈ 1-ാം തീയതി ആദ്യത്തെ ഞായറാഴ്ച വരാതിരുന്നതാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് പനി കുറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച പോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ചെവിയിൽ ഇൻഫെക്ഷൻ ഉള്ളൂ, കുഴപ്പമില്ല, എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ളതല്ലേ, ഒന്ന് അഡ്മിറ്റ് ചെയ്തേക്കും, നമുക്കൊന്ന് ബ്ലഡൊക്കെ ചെക്ക് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. ഡോക്ടർക്ക് അപ്പോഴും സംശയം. 36,000 WBC കൗണ്ട്. ഡോക്ടർ ബ്ലഡ് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ബ്ലഡ് ചെക്ക് ചെയ്തു. പക്ഷേ റിസൾട്ട് കിട്ടി. ഡോക്ടർ പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ബ്ലഡിൽ ആൽബുമിൻ ലെവൽ 4.3, 2 ആഴ്ച കൊണ്ട്. പ്രോട്ടീൻ 6.3 ആയി. WBC കൗണ്ട് നേരെ കുറഞ്ഞു, 12,000-ലേക്ക് വന്നു. ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുക. അതുപോലെ തന്നെ ഞങ്ങളെ ഇവനിലൂടെ ഞങ്ങളെ മാതാവും കർത്താവും ഈ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുക്കുക എന്ന് പറയില്ലേ, വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാൻ, കർത്താവിൻ്റെതാക്കാൻ, ദൈവത്തിൻ്റെ മക്കളാക്കാൻ വേണ്ടി ഞങ്ങളെ ഇവനിലൂടെ കർത്താവ് ഒരുക്കുകയായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ പേര് ബീന ഹിബ്സൺ. ഞാൻ കൊല്ലം ജില്ലയിൽ ഇരുപുരത്തു നിന്നും വരുന്നു. എൻ്റെ ഭർത്താവ് വിദേശമായിരുന്ന സമയത്ത് 6 മാസത്തോളം ജോലി ഇല്ലാതെ നിന്നു. ആ സമയം എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാനും എൻ്റെ കുട്ടികളും കൂടെ 2 വീലറിൽ പോകുന്ന വഴിക്ക്
ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, എൻ്റെ കൈ ഒടിഞ്ഞ് കമ്പിയിട്ടു. അപ്പം എൻ്റെ മക്കൾക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല. എൻ്റെ താടിയുടെ ഇവിടെ പൊട്ടി 7 തയ്യലുണ്ടായിരുന്നു. ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ ചിലവായി. പക്ഷേ അന്നും കുട്ടികൾക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ മാതാവ് കാത്തു എന്ന് വേണം പറയാൻ. എനിക്ക് അത്ര വലിയൊരു ആക്സിഡൻ്റാണ് എനിക്കുണ്ടായത്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ജോലിയില്ലാതെ നിൽക്കുന്നതുകൊണ്ട് ഉടനെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. എൻ്റെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് എൻ്റെ കയ്യിലിട്ടിരുന്ന കമ്പി എടുത്ത് ആ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ വിസ 2 മാസം കൂടെ ഉള്ളൂ. അതുകൊണ്ട് വീണ്ടും തിരിച്ച് ജോലിക്ക് കയറാൻ വേണ്ടി പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ ജോലിയില്ല. അന്നും ജോലി ഇല്ലല്ലോ. അപ്പോൾ വിസ കാലാവധി തീരാറായി, 2 മാസമേ ഉള്ളൂ. അവിടെ നിന്നു ജോലി, എന്നിട്ടും ശരിയായില്ല. വിസയുടെ കാലാവധി തീർന്നു, എന്നിട്ടും 2 മാസം കൂടെ നിന്ന് നോക്കി, എന്നിട്ടും ജോലി ശരിയാകാതെ അവസാനം ഫൈനായി 23,000 രൂപ അവിടെ ഫൈൻ അടച്ചിട്ട് തിരിച്ചു വരേണ്ടി വന്നു. ഇവിടെ വന്ന് 18 മാസം എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ നിൽക്കുക. 4 മാസം 1 മാസം ഒരു കടയിൽ ജോലിക്ക് പോയി, അതിനുശേഷം 3 മാസം വേറൊരിടത്തും ജോലിക്ക്. ഇവിടെ 2 ജോലിക്ക് പോകുന്ന സമയത്തും ആദ്യത്തെ മാസം ജോലി ആ ചെയ്ത കടയിലും പെട്ടെന്ന് പറയുന്നു നാളെ മുതൽ ജോലിക്ക് വരണ്ട. അപ്പോഴും ഞങ്ങൾക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ ബലമായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ 3 മാസം വേറൊരു കടയിൽ ജോലിക്ക് പോയി അവിടെ നിന്നപ്പോഴും അവരും പെട്ടെന്ന് പറഞ്ഞു നാളെ മുതൽ ജോലിക്ക് വരണ്ട. ഇപ്പോൾ ഈ തകർച്ചകളൊക്കെ തന്നത് ഞങ്ങൾ മാതാവിനെ അറിയാൻ വേണ്ടി ആയിരുന്നു എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഞാനും ഇവിടെ മെയ് 13-ാം തീയതി വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഞാനും എൻ്റെ മോനും മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. എൻ്റെ മോനുണ്ട്. മെയ് മാസം 13-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ കൃപാസനമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയാനിടയായത്. ഇവിടെ വന്ന് ഇങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ 3ാമത്തെ നിയോഗം എൻ്റെ ഹസ്ബൻഡിന് വിദേശത്ത് നല്ല ജോലി ലഭിക്കണം എന്നതായിരുന്നു. അങ്ങനെ ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പോയി. അന്ന് തൊട്ട് എൻ്റെ ഹസ്ബൻഡിന് രാവിലെ എൻ്റെ കൂടെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക, എന്നാലും വലിയ വിശ്വാസമൊന്നും പോരാ. അപ്പോൾ രാവിലെയും പുള്ളി തന്നെ എഴുന്നേറ്റ് തിരി കത്തിക്കാൻ തുടങ്ങി, രാത്രിയും തിരി കത്തിക്കും. ആ പ്രാർത്ഥന ഞങ്ങൾ മുടങ്ങാതെ ഈ നിമിഷം വരെയും പഠിക്കുന്നുണ്ട്. ജൂൺ 1-ാം തീയതി ഇവിടുത്തെ ദമ്പതി ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കാനായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഒരു തടസ്സവും പറയാതെ എൻ്റെ കൂടെ ഇവിടെ വരികയും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരി ഞാനുമായിട്ട് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു, എല്ലാവരും സാക്ഷ്യം പറയുന്നു, എനിക്കും സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്കും പറയാൻ പറ്റുമോ, മാതാവ് നമുക്കും ഇതുപോലെ സാക്ഷ്യം പറയാൻ ഒരു അവസരം തരുമോ എന്നിങ്ങനെ ഞാൻ അവളോട് ചോദിച്ചു. അപ്പം ഞാൻ 2 പേരും കൂടെ പറഞ്ഞ് മാതാവ് നടത്തി തരുമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ 2 പേരും പോയത്. തിരിച്ച് അതിനുശേഷം ഞാൻ ഹസ്ബൻഡ് ഇവിടെ നിന്ന് ആരാധന തീരാറാകുന്ന സമയത്ത് ഇറങ്ങിയിട്ട് ആ റോഡിൽ ചെന്ന് ഞാൻ ആ പള്ളിയുടെ ഫ്രണ്ടിൽ തിരിഞ്ഞു നിന്നിട്ട് മാതാവിനോട് ചോദിച്ചു, അടുത്ത പ്രാവശ്യം ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് വരാൻ മാതാവേ എന്നെ എന്ന് അനുഗ്രഹിക്കുമോ എന്ന് ചോദിച്ചു. അതിനായിട്ട് മാത്രമേ ഞാനിവിടെ വരാൻ സമ്മതിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടുന്ന് പോകുന്നത്. അങ്ങനെ പോയി. ഞാൻ മെയ് 13-നാണ് ഉടമ്പടി എടുക്കുന്നത്. ജൂൺ 14-ാം തീയതി ആയപ്പോൾ ഒരു കൂട്ടുകാരൻ വഴി ഒരു ജോലിയുടെ കാര്യം ഞങ്ങൾ അറിയുകയും പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ അയക്കാൻ പറഞ്ഞു. 13 ദിവസം കൊണ്ട് തന്നെ ആ വിസയുടെ പേപ്പറുകളെല്ലാം ശരിയായി വന്ന് ഞങ്ങൾക്ക് ഹസ്ബൻഡിനോട് ഉടനെ പറഞ്ഞു പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറണമെന്ന്. ജൂൺ 1-ാം തീയതി ഇവിടെ ദമ്പതി ധ്യാനത്തിൽ പങ്കെടുത്തു. ജൂലൈ 1-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് ജോലിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണേ. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞത് അവിടെ നിന്ന് ഇപ്പം നീ കൃപാസനത്തിൽ പോകുന്ന സമയത്ത് എനിക്കും അത് കാണണം, മാതാവിനോട് നീ പറയുന്നത് മൊബൈൽ വഴിയെങ്കിലും എനിക്കതൊന്ന് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നീ എനിക്കൊന്ന് കാണിച്ചു തരണമേന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഈ ഫോണിൽ വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും കൂടി ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ പേര് ലിസി ലിയോൺ. ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു. ഞങ്ങൾ 5 പേരായിരുന്നു. എനിക്ക് 3 കുഞ്ഞുങ്ങളും എൻ്റെ ഭർത്താവ് അടങ്ങുന്നതായിരുന്നു എൻ്റെ കുടുംബം. 2 ആൺമക്കളും 1 മോളുമായിരുന്നു. പഠിക്കാനൊക്കെ ഒത്തിരി മിടുക്കിയായ ഒരു കുഞ്ഞായിരുന്നു. 4 ദിവസം കൊണ്ട് ഒരു മഞ്ഞപ്പിത്തം ഉണ്ടാവുകയും കുഞ്ഞിന് ലിവർ ഫെയിലിയറാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ലിവർ കുഞ്ഞിന് നൽകാമെന്ന് പറഞ്ഞെങ്കിലും അത് പറ്റിയില്ല.
മൂത്ത ആളിന് 19 വയസ്സാണ്. എല്ലാവരും 1.25 വയസ്സിൻ്റെ വീതം വ്യത്യാസമുള്ള കുഞ്ഞുങ്ങളാണ്. മൂത്ത മോന് 19 വയസ്സായിരുന്നു. മോൻ ലിവർ കുഞ്ഞിന് കൊടുക്കാമെന്ന് പറഞ്ഞു. മോക്ക് 16.25 വയസ്സായിരുന്നു. അപ്പോൾ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആ സമയത്ത് കുഞ്ഞിൻ്റെ ലിവർ എടുക്കുന്നതിന് മുൻപ് എൻ്റെ മകളും നഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ സാക്ഷ്യം പറയാൻ വരുമ്പോൾ ഇത്രയും വലിയ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ ഇത്രയും വലിയൊരു ദുഃഖം പറയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. എങ്കിലും എനിക്കത് പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പള്ളിയിൽ ജപമാല പോലും കുർബാന പോലും അർപ്പിക്കാൻ പോകാതെ 2 വർഷം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കാതെ സോഫയിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കും. ഭർത്താവിന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഈ സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ടെല്ലാം വളരെ താഴ്ന്നു പോയി. ഭർത്താവിൻ്റെ മനധൈര്യം കൊണ്ട് എൻ്റെ 2 ആൺമക്കളെ അടുത്തുള്ള ഒരു കോളേജിൽ കൊണ്ടുപോയി ചേർത്തു. വിദ്യാഭ്യാസം ചെയ്യിക്കണം ഭയങ്കര ആഗ്രഹം ഉള്ള മനുഷ്യനാണ്. 2 വർഷമായിട്ട് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു. അപ്പോൾ ഈ അടുത്ത സമയത്ത് എൻ്റെ 2 മക്കളും, മകൻ മൂത്ത ആളിന് 1 വർഷം പോയി, 2 പേരെയും BCom അടുത്തുള്ള കോളേജിൽ ചേർത്ത് 2 പേരും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു. 2ാമത്തെ മകൻ ഞാനിവിടെ വന്ന് കഴിഞ്ഞതിൻ്റെ അങ്ങേ മാസം ഉടമ്പടി എടുത്തിരുന്നു. 2ാമത്തെ മകനും സുഹൃത്തുക്കളുമായി കോളേജിൽ ചില പ്രശ്നങ്ങളിൽ ഏർപ്പെടുകയും കുഞ്ഞിനെ അവിടെ നിന്ന് പുറത്താക്കുമെന്നറിഞ്ഞ് ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ള ആ ഒരു കുഞ്ഞു ബുദ്ധിയിൽ അവൻ വീട് വിട്ടു പോയി. അപ്പോൾ മാതാവിനോട് ഞാൻ ചോദിച്ചു, നിൻ്റെ മുമ്പിൽ വന്ന് ഉടമ്പടി എടുത്തപ്പം പിന്നെയും എനിക്ക് പരീക്ഷണങ്ങൾ. ഞാൻ ഉടമ്പടി എടുത്ത എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാൻ, ഈ ദുഃഖത്തിൽ നിന്ന് ഞങ്ങൾ 4 പേരും ഒന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ഒക്കെ ആയിരുന്നു. പക്ഷേ അതിന് വലിയ ഇടപെടലുകൾക്ക് മാതാവ് അവസരം തന്നു. ഇവിടെ ഇരുന്നപ്പോഴും ഞാൻ വിചാരിച്ചു, എൻ്റെ സാക്ഷ്യം വലുതൊന്നും അല്ല, ഞാൻ ഈ കാര്യങ്ങളൊന്നും എഴുതി കൊടുത്തിരുന്നില്ല, മകൻ്റെ കാര്യം മാത്രമേ ഞാൻ എഴുതി കൊടുത്തിരുന്നുള്ളൂ. പക്ഷേ എന്നെ മാതാവ് വിളിച്ചു. മകൻ അന്ന് വൈകുന്നേരം 6 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട മകൻ മംഗലാപുരത്തേക്ക്, കൊല്ലത്ത് നിന്നും മംഗലാപുരത്തേക്ക് ട്രെയിൻ മാർഗം വീട്ടിൽ നിന്ന് പാസ്പോർട്ടും എടുത്താണ് പോയത്. അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, യേശുനാമത്തിൻ്റെ ശക്തിയിൽ ഞാൻ അപേക്ഷിച്ചു, എൻ്റെ മകനെ തിരിച്ചു കൊണ്ടുവരണേ മാതാവേ. നീ അനുഭവിച്ച എല്ലാ വേദനകളും ഞാൻ അനുഭവിച്ചതാണ്. പുത്രനഷ്ടം, പിന്നെ മകനെ കാണാതുള്ള വേദന, ഇതെല്ലാം എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറം. നീ ദൈവകുമാരൻ്റെ അമ്മ, ഞാൻ വെറും ഒരു മനുഷ്യ സ്ത്രീ. അതുകൊണ്ട് എൻ്റെ മകനെ എനിക്ക് എത്രയും വേഗം തിരിച്ചെൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരണം. മംഗലാപുരത്തേക്ക് പോയ മകൻ കോട്ടയത്തെത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ച് എൻ്റെ വീട്ടിൽ 2:30 മണിക്ക് അന്ന് തന്നെ എൻ്റെ മാതാവ് വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചു. വീണ്ടും ഈ 6-ാം തീയതി ഞാനും എൻ്റെ ഭർത്താവും കൂടെ അടുത്ത് ഉള്ള ഒരു മരണാനന്തര കർമ്മത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പെട്ടെന്ന് ഭർത്താവിൻ്റെ ഓർമ്മ മുഴുവനും നഷ്ടപ്പെട്ടു. അതായത് മരണാനന്തര കർമ്മത്തിന് പോയിട്ട് വന്നതാണെന്ന് പോലും ഓർമ്മിക്കാൻ കഴിയാത്തൊരവസ്ഥ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഭർത്താവിന് എന്തോ സംഭവിച്ചിരിക്കുന്നു. ഞാൻ അടുത്തുള്ളവരെയൊക്കെ വിളിച്ചു. അവരൊക്കെ വന്ന് എന്തൊക്കെ ചോദിച്ചിട്ടും തൊട്ടടുത്ത നിമിഷം നടന്ന കാര്യം പോലും ഓർമ്മയിലില്ല. പെട്ടെന്ന് ഞാൻ ഉടമ്പടി തൈലം ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ചെന്ന് 10 മിനിറ്റിനകം നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മ പൂർണ്ണമായും തിരിച്ചു കിട്ടി. യേശുവേ മാതാവേ നന്ദി. ഓക്കെ,
എൻ്റെ പേര് നിഷ. ഞാൻ കൊല്ലം ജില്ലയിലെ ശൂരനാട് നിന്നാണ് വരുന്നത്. 1.5 വർഷക്കാലമായിട്ട് എനിക്ക് അലർജിയുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. എന്ത് ഭക്ഷണം കഴിച്ചാലും എനിക്ക് അത് എത്രയും പെട്ടെന്ന്, അതായത് 10 സെക്കൻഡിനുള്ളിൽ എൻ്റെ ശരീരത്ത് അത് ഭയങ്കര വികൃതമാകുന്ന ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ രാവിലെ ഞാനൊന്നും ഭക്ഷണം കഴിക്കാറില്ല, ഉച്ചയ്ക്കും കഴിക്കാറില്ല, വൈകിട്ട് എന്തെങ്കിലും ചോറിൻ്റെ കൂടെ ഉപ്പ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു എനിക്ക്. അപ്പോൾ ഇങ്ങനെ ഞാനിവിടെ അടുത്തൊരു കോളേജിൽ ഗസ്റ്റ് അധ്യാപികയായിട്ട് ജോലി നോക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ക്ലാസ്സിൽ എനിക്കൊരിക്കലും പഠിപ്പിക്കാൻ 3 മണിക്കൂർ 4 മണിക്കൂർ പഠിപ്പിക്കുന്ന എനിക്ക് 1 സെക്കൻഡ് പോലും പഠിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ എനിക്ക് വന്നു. ക്ലാസ്സിൽ കുഴഞ്ഞു വീഴുക, രക്തഛർദ്ദിക്കുക, ഇങ്ങനെയുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ എനിക്ക് നേരിട്ടു. പക്ഷേ ആ സമയത്തൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്ന കോളേജിലെ അധ്യാപകരും എൻ്റെ വിദ്യാർത്ഥികളുമാണ് എന്നോടൊപ്പം എന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ ഒരു സഹിക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ നോർമൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വേണ്ടത് 100 ആണ് അലർജിയുടെ കണ്ടൻറ്റ് വേണ്ടത്. പക്ഷേ എനിക്ക് 75,000 എബവ് വന്നിരുന്നു. പിന്നീട് ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കിന് എനിക്ക് യൂട്രസിൻ്റെ സൈഡ് ബോൾസിൽ ഫൈബ്രോയിഡും റൈറ്റ് ഓവറിയിൽ സിസ്റ്റും കാണപ്പെട്ടു. പിന്നീട് കിഡ്നി സ്റ്റോണ്, തൈറോയിഡ്, അങ്ങനെ പലവിധ രോഗങ്ങളായിട്ട് ഞാൻ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ്. ഞാൻ മാനസികമായിട്ട് ഒരുപാട് തകർന്നു പോയി. കാരണം എനിക്ക് ഒരടി മുന്നോട്ട് രാവിലെയൊക്കെ ഞാൻ എഴുന്നേൽക്കുന്നത് എൻ്റെ സ്റ്റുഡൻസ് വന്നിട്ട്, ഞാനൊരു ഹോസ്റ്റലിൽ താമസിക്കുകയാണ്, സ്റ്റുഡൻസാണ് എന്നെ രാവിലെ കൊണ്ടുവന്ന് എനിക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതും എൻ്റെ ഡ്രസ്സ് കഴുകി തരുന്നതും. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നു ചേർത്തല ബസ് സ്റ്റാൻഡിലിരുന്നു. ഇവിടെ ചേർത്തല ഒരു കോളേജിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു, പൊട്ടിക്കരഞ്ഞപ്പോഴത്തേക്കിന് ഇവിടെ ധ്യാനം കൂടിയ ഒരു ചേച്ചി, കട്ടപ്പനയുള്ളതാണ് ചേച്ചി, എൻ്റെ അടുത്തിരുന്ന് ഞാൻ ഇങ്ങനെ കരയുന്ന കണ്ടപ്പോൾ എനിക്കൊരു ഒരു കെട്ട് പത്രം തന്നിട്ട് പറഞ്ഞു, കുഞ്ഞേ, നിന്നെ രക്ഷിക്കാൻ മാതാവ് മാത്രമേ കാണത്തുള്ളൂ, നീ ഒരു കാര്യം ചെയ്യൂ, നാളെ രാവിലെ തന്നെ കൃപാസനമുണ്ട്, അവിടെ പോവുക എന്ന് പറഞ്ഞു. ഞാൻ ഇതുമായിട്ട് നേരെ എൻ്റെ വീട്ടിൽ വന്നു. അമ്മയോട് പറഞ്ഞു. അമ്മയപ്പോൾ ആ മുറിയിലൊരു മാതാവിൻ്റെ പടം ഭിത്തിയിൽ ഒട്ടിച്ച് തന്നിട്ട് എനിക്കപ്പോൾ ഞാൻ ഭയങ്കരമായി ഡിപ്രസ്ഡായിപ്പോയി. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഇനി എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഭക്ഷണം കഴിക്കാത്ത ഒരവസ്ഥയിൽ, നിന്ന് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ, എനിക്ക് ഒരാളുടെ ബുദ്ധിമുട്ട്, എനിക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ വന്നു. കാരണം ഞാൻ ഈ പല ഡോക്ടേഴ്സിനെ കണ്ടിരുന്നു, കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ അവർ പറയുന്നത് ഞാൻ അവിവാഹിതയാണ്. അവിവാഹിതയായതുകൊണ്ട് യൂട്രസിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തിക്കഴിഞ്ഞാൽ അത് യൂട്രസിൽ സ്ക്രാച്ച് വീഴും. സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ വിവാഹിതയായാൽ അത് പ്രഗ്നൻസിയെ ബാധിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഓപ്പറേഷന് തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒത്തിരി ബുദ്ധിമുട്ടി നിന്നപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ആത്മഹത്യ അല്ലാതൊന്നും എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, നാളെ രാവിലെ നമ്മൾ കൃപാസനത്തിലേക്ക് പോകുന്നു, നീ കിടന്നുറങ്ങാൻ പറഞ്ഞു. അമ്മയും ഞാനും പ്രാർത്ഥിച്ച് ഞാനാണ് രാവിലെ എത്തിയത്. 5 മണിയുടെ ബസ്സിൽ ഇവിടെ കലവൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ആ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് ഞാൻ 41 വർഷമായി ഹിന്ദു മതവിശ്വാസിയാണ്. ഇവിടെ വന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവിടെ വന്ന് നിന്നപ്പോഴാണ് ഞാൻ കരഞ്ഞുകൊണ്ടാണ്, ഞാനിവിടെ ആരൊക്കെ ഇരിക്കുന്നെന്നോ ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അവിടെ വന്ന് നിന്നപ്പോഴത്തേക്കിന് ഇവിടെ അച്ഛൻ്റെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത്, ധ്യാനമാണ്. അപ്പോൾ ഒക്ടോബർ 2-ാം തീയതിയാണ് ഞാൻ വന്നത്. അവിടെ വന്ന് നിന്നപ്പോഴത്തേക്കിന് അച്ഛൻ പറയുന്നു, കൈകൾ മുകളിലേക്ക് ഉയർത്തി ദൈവത്തെ പ്രാർത്ഥിക്കാൻ പറയുന്നു. ഞാനും കൈകൾ മുകളിലേക്ക് കരഞ്ഞുകൊണ്ടാണ് മുകളിലേക്ക് ഉയർത്തിയത്. അപ്പോൾ ഞാൻ അവിടെ ഒരു സെൻറ്റൻസ് എഴുതിയിരുന്നു. എന്താണെന്ന് വെച്ചാൽ, നീ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്, സന്തോഷിച്ചു പോകുന്നു. ആ വാക്ക് എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യും. ഞാൻ പൊട്ടിക്കരഞ്ഞു. അവിടെ നിന്ന് കരഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ മുഖത്തേക്ക് ശക്തമായൊരു കാറ്റാണ് വന്നടിച്ചത്. അതിനുശേഷം ഞാൻ 4 വശവും നോക്കിയില്ല, എങ്ങും കാറ്റ് വേറെ എങ്ങുമില്ല, എൻ്റെ മുഖത്ത് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ഞാൻ കരഞ്ഞു, പ്രാർത്ഥിച്ചതിന് ശേഷം ഇതിന് തൊട്ടപ്പുറത്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്കൊരു സാമ്പാർ, അവിയൽ, അങ്ങനെയുള്ള വെജിറ്റേറിയനോ നോൺ വെജോ എന്ത് സാധനങ്ങളോ എനിക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് വിതിൻ സെക്കൻഡിനുള്ളിൽ ഞാൻ അപ്പുറത്ത് പോയി ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്കെല്ലാം കഴിക്കാൻ പറ്റി. ലോകത്ത് എനിക്ക് ഫ്രൂട്ടി എന്ന് പറയുന്ന ഒരു സാധനം കഴിച്ചാൽ അപ്പം തന്നെ ഞാൻ സെക്കൻഡിനുള്ളിൽ വീഴുമായിരുന്നു. അവിടെ നിന്ന് ഞാൻ 1 ഗ്ലാസ് ഫ്രൂട്ടിയും കഴിച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ദിവസവും രാവിലെ ഒരു 7-8 ഗുളിക കഴിച്ചിട്ടാണ് കോളേജിലേക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് എല്ലാ ഓയിൻമെൻറ്റും ഗുളികകളും മാറ്റിയിട്ട് പിറ്റേന്ന് വന്ന് ഇവിടുന്ന് ഉടമ്പടി എടുക്കുകയും ഇവിടുത്തെ തൈലം കൃത്യമായിട്ട് എൻ്റെ ശരീരത്തിൽ പുരട്ടുകയും ഞാൻ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ എൻ്റെ ഗുളികകളെല്ലാം ഞാൻ വലിച്ചെറിഞ്ഞു.
ഓയിൽമെൻറ്റും എടുത്തു കളഞ്ഞു. ഇപ്പം എൻ്റെ രോഗം പൂർണ്ണമായി. എൻ്റെ യൂട്രസിൽ മുഴ അപ്രത്യക്ഷമായി. കിഡ്നിയുടെ കല്ലുകളില്ല, തൈറോയിഡ് ഇല്ല, ഫൈബ്രോയിഡ് ഇല്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഐ ആം വെരി ഹാപ്പി ഇൻ ദിസ് മൊമെൻറ്റ്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് റീന തോമസ്, ഞാറക്കിൽ നിന്ന് വരുന്നു. ഈ കഴിഞ്ഞ മാസം എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമുണ്ടായി. രാത്രി കിടന്നുറങ്ങിയ എൻ്റെ അമ്മ പെട്ടെന്നൊരു 1:30-2 മണിയായപ്പോഴേക്കും പെട്ടെന്നൊരു സൗണ്ട് ഉണ്ടാക്കണോളത്ത് ഒച്ച കേട്ട് ഞാൻ ഓടിച്ചെന്ന് അമ്മയെന്ന് വിളിച്ചപ്പോഴേക്കും 2 ഒച്ച ഇന്ന് മാത്രം കേട്ട്. പിന്നെ തിരിച്ചിട്ടപ്പോഴേക്കും അമ്മ ഇങ്ങനെ മരിച്ച പോലെ, എന്നുവെച്ചാൽ ചലനശേഷിയൊക്കെ നഷ്ടപ്പെട്ട് ശരിക്കൊരു മനുഷ്യനെങ്ങനെ മരിക്കും അതുപോലെ ഞാടി ഞരമ്പുകളൊക്കെ തളർന്ന് കണ്ണടഞ്ഞ്. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരൻ്റെ അടുത്ത മുറി കിടക്കണിരുന്നു. സഹോദരനെ വേഗം വിളിച്ച്. സഹോദരൻ വന്ന് നോക്കിയപ്പോൾ അമ്മ മരിച്ചെന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ അയാൾ വേഗം എൻ്റെ സഹോദരൻ ഈ നാത്തൂനോട് പറഞ്ഞ് അമ്മ മരിച്ചു തോന്നുന്നു. അപ്പം ഞാനപ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മനെ ആശുപത്രി കൊണ്ടുപോകുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് എന്തിനാടി ആശുപത്രി കൊണ്ടുപോകുന്നത്, അമ്മയുടെ എല്ലാം കഴിഞ്ഞെന്നാണ് തോന്നണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ അപ്പോഴാണ് എൻ്റെ ഓർമ്മയിൽ വന്നത്. ജോസഫ് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഉടമ്പടി എടുത്തവർക്ക് മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടാവുമെന്ന്. ഞാൻ ഓടി ഉടമ്പടി മാതാവിൻ്റെ ഒരു ഫോട്ടോ ഞങ്ങളുടെ വീടിൻ്റെ നടയിൽ വെച്ചിട്ടുണ്ട്. ആ നടയിൽ ചെന്നിട്ട് മാതാവിൻ്റെ ഹൃദയത്തിൽ കൈ വെച്ചിട്ട് ഞാൻ പറഞ്ഞ്, എൻ്റെ മാതാവേ, ഞാൻ വിശ്വസിക്കണം എൻ്റെ അമ്മ മരിച്ചിട്ടില്ലെന്ന്. നിനക്ക് സാധിക്കും എൻ്റെ അമ്മയെ യേശുനാഥനോട് പറഞ്ഞു ഉയർപ്പിക്കാനായിട്ട് സാധിക്കും. ലാസറിനെ ഉയർപ്പിച്ച മകൻ്റെ അമ്മയാണ് നീ. എനിക്ക് ഈ നിമിഷം എൻ്റെ അമ്മയെ ജീവനോട് എനിക്ക് തരണം എന്ന് പറഞ്ഞ് ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ നടയിൽ ഹൃദയത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഓടിച്ചെന്ന് തേനെടുത്തുകൊണ്ട് നമ്മുടെ വായി കൊണ്ട് ഒഴിച്ചു കൊടുത്തപ്പോൾ തേൻ സൈഡിൽ കൂടി ഇങ്ങനെ കൊടുത്തെങ്കിലും സൈഡിൽ കൂടി ഇങ്ങനെ ഒഴുകി പോണേന്ന്. ഉള്ളിലോട്ടൊന്നും അതാകണില്ല. എങ്കിലും എനിക്ക് നല്ല വിശ്വാസമായി. ഞാൻ ഓടിപ്പോയി ഉപ്പെടുത്തുണ്ടെന്ന് നെറ്റിയിൽ കുരിശ് വരച്ചിട്ടുണ്ട്. സഹോദരനോട് പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി നെഞ്ചത്തുനിന്ന് അമർത്താൻ പറഞ്ഞു. അങ്ങനെ വേഗം ചേട്ടൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നമ്മുടെ നെഞ്ചത്തിട്ട് 2 അമർത്തം കൂടെ അമർത്തിയപ്പോഴേക്കും ഇങ്ങനെ രണ്ട് ശ്വാസം ഇങ്ങനെ അടിച്ചപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ വേഗം ആംബുലൻസ് വിളിച്ച് 3 ആസ്പത്രികളിൽ അമ്മനെ കൊണ്ടുപോയി. 3 ആസ്പത്രികളിലും അവർ കൈമടക്കി. അപ്പോൾ ഈ പോകുന്ന വഴി എൻ്റെ ചേച്ചിയുടെ ബാഗിൽ കൃപാസന മാതാവിൻ്റെ പേപ്പർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആസ്പത്രിക്കാർ പറഞ്ഞ് ഒരു രക്ഷയില്ല, ജീവനോടെ കിട്ടില്ല, മരിക്കുമെന്ന് പറഞ്ഞെങ്കിലും അവളത് തലയിൽ കൈവച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഈ പേപ്പർ നെഞ്ചത്തിങ്ങനെ ആംബുലൻസിന് പോകുന്ന ഓരോ ആസ്പത്രിയിലും ഇങ്ങനെ കൊണ്ടെടുക്കുമ്പോൾ അവൾ അതുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് ആസ്റ്റർ മെഡിക്കലിലാണ് ഞങ്ങൾ കൊണ്ടുവച്ചത്. ലാസ്റ്റ് അവിടെ ചെന്നപ്പോൾ തന്നെ അവർ വേഗം ആംബുലൻസിൽ നിന്ന് ഇറക്കി ICU കയറ്റി. ഉടനെ തന്നെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു. അപ്പം ഞാൻ പ്രാർത്ഥിക്കണേന്ന് ഇവിടെ ഈ കൊണ്ടുപോയ ആസ്പത്രികളിലൊക്കെ അവർ പറഞ്ഞത് ഹാർട്ടിന് അപ്പം തന്നെ ഇഞ്ചക്ഷൻ വെക്കണം, ലക്ഷങ്ങൾ ചിലവാക്കണമെന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായി ഹാർട്ടിനൊരു കംപ്ലയിൻ്റ് ഉണ്ടാവില്ല, എൻ്റെ മാതാവ് എൻ്റെ അമ്മേനെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ടാവും എന്നുള്ള നല്ല ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് എല്ലാ ചെക്കപ്പുകളും കംപ്ലീറ്റ് എല്ലാ ചെക്കപ്പുകളും ചെയ്തിട്ടും ആ ചെക്കപ്പിലൊക്കെ അമ്മയ്ക്ക് ഒരു പ്രോബ്ലമില്ല, ഹാർട്ടിന് പ്രോബ്ലമോ ഒന്നുമില്ലാതെ മാതാവ് പൂർണ്ണ സൗഖ്യത്തോടെ എൻ്റെ അമ്മ എനിക്ക് തന്നതിന് യേശുവേ നന്ദി. ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ, അഭിഷേകം.